ഇപ്പോൾ അടുത്തായിട്ട് ഫ്ലിപ്കാർട്ടിൽ ഒരു സെയിൽ വന്നിരുന്നു. അതിൽ 13,000 രൂപയുടെ ഒരു ബൂട്ട് 2,500 രൂപയ്ക്ക് ഓഫർ പ്രൈസ് വന്നു. സോ ഞാനത് കണ്ടപ്പോൾ ഓർഡർ ചെയ്തു, പ്രൊഡക്റ്റ് എത്തുകയും ചെയ്ത്. പക്ഷേ ഓർഡർ ചെയ്തപ്പോൾ എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല, ഇതൊരു ദുരന്തമായിപ്പോയി. കാരണം അത്രക്കും വൃത്തികെട്ടൊരു പ്രൊഡക്റ്റാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു അൺബോക്സിങ്ങും കാണാം. ഇനി ഇതുപോലെ എന്തെങ്കിലും സെയിലൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം. സോ ലെറ്റ്സ് ഗോ. ഈ ബൂട്ട് വന്നിട്ടുള്ള ബോക്സിൻ്റെ അവസ്ഥയാണിത്. ഇങ്ങനെ തന്നെയാണ് വന്നത്, അല്ലാതെ എൻ്റെ അടുത്ത് നിന്ന് വന്നിട്ടുള്ള ഡാമേജ് അല്ല. അപ്പോൾ ഇങ്ങനെ കണ്ടതുകൊണ്ട് എനിക്ക് ഉറപ്പായി ഇതിൻ്റെ ഉള്ളിലുള്ള ബൂട്ടിനും എന്തായാലും ഡാമേജ് വന്നിട്ടുണ്ടാവും എന്നുള്ളത്. അങ്ങനെ ഞാൻ ഏതായാലും ഓപ്പൺ ആക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ മാനുഫാക്ചറിംഗ് ഡേറ്റ് ഒന്ന് നോക്കി. അപ്പോഴാണ് കണ്ടത് ഇത് 2016 മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഏകദേശം 5 വർഷത്തോളം പഴക്കം ഓൾറെഡി ആയി. സോ ആകെ ഉണ്ടായിരുന്ന കുറച്ച് ഹോപ്പ് അതും കൂടെ അല്ലാതായി. ഇനി ഏതായാലും നമുക്ക് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അങ്ങനെ ഓപ്പൺ ചെയ്തപ്പോഴും സെയിം അവസ്ഥ തന്നെയാണ്. അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതിലൊന്ന് ഇവിടെ പുറത്തൊക്കെ ആയിട്ട് എന്തൊക്കെയോ പശ കാണുന്നുണ്ട്, അങ്ങനെ പിറകിലായിട്ടും കാണുന്നുണ്ട് എന്തോ ഒരു പശ. ഇനി ഇത് ഉള്ളിലെ ഗ്ലൂ പുറത്തോട്ട് വന്നതാണോ എന്നൊന്നും അറിയില്ല, എന്തോ ഒരു ചളിക്കളർ പോലെ. അങ്ങനെ എവിടെ നോക്കി കഴിഞ്ഞാലും ചെറിയ ചെറിയ ഡിഫക്ട്സ് ഒക്കെ കാണാനുണ്ട്. പിന്നെ താഴെ ഒരു പാട പോലെ, അതായത് നമ്മുടെ ഈ ഒരു ഗ്ലോസിനെസ് ഒക്കെ പോയിട്ട് ആകെ ഡള്ളായിട്ടുണ്ട്. സോ ബേസിക്കലി ഇത് ഓൾഡ് സ്റ്റോക്ക് ആയിട്ടുള്ളൊരു ഡാമേജ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ ഏതായാലും ഈ പർച്ചേസിൽ ഞാൻ പെട്ട്. ഇനി ഇതുപോലെ വരാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജനറലായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. അതിലൊന്ന് റീഫണ്ട് അല്ലെങ്കിൽ റിപ്ലേസ്മെൻറ്റ് പോളിസി ഉള്ള പ്രൊഡക്റ്റ് മാത്രം പർച്ചേസ് ചെയ്യാം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് എനിക്ക് ഡാമേജ്ഡ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ റിട്ടേൺ അടിച്ചിട്ട് എൻ്റെ ക്യാഷ് തിരിച്ച് കിട്ടും. എന്ന് വെച്ചാൽ നമുക്ക് റീഫണ്ട് ചെയ്യാം, അല്ലാതെ റിപ്ലേസ് ചെയ്തിട്ടില്ല കേട്ടോ. അതിൻ്റെ ഒരു കാരണം ഇതിപ്പോൾ ഇത്രയും ഓഫറിൽ വന്നതായതുകൊണ്ട് ഇതിന് പകരം അവർ റിപ്ലേസ് ചെയ്ത് പുതിയൊരു പ്രൊഡക്റ്റ് തരുമ്പം ഏതായാലും അവർക്ക് ഇതുപോലെയുള്ള കച്ചറ സാധനം തരാൻ പറ്റില്ല, പുതിയത് തന്നെ തരേണ്ടി വരും. അപ്പോൾ എന്തായാലും അവർ റിപ്ലേസ്മെൻറ്റ് ചെയ്തില്ല, പക്ഷേ എനിക്ക് ക്യാഷ് റിട്ടേൺ കിട്ടും. അപ്പോൾ നിങ്ങളും ഇതുപോലെ പർച്ചേസ് ചെയ്യുമ്പോൾ റിട്ടേൺ അല്ലെങ്കിൽ റീഫണ്ട് ഓപ്ഷൻ ഉള്ളത് മാത്രം വാങ്ങിക്കുക. അപ്പോൾ നമുക്ക് അത് ഏത് ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിലാണെങ്കിലും താഴെയായിട്ട് ഇങ്ങനെ കാണിക്കും 7 ഡേയ്സ് റിപ്ലേസ്മെൻറ്റ്, അല്ലെങ്കിൽ അപ് ടു 30 ഡേയ്സ് റിപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ റിട്ടേൺ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കുക. ചില ഇലക്ട്രോണിക് പ്രൊഡക്ട്സിനും അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന സോപ്പ്, പെന്ന് പോലത്തെ പ്രൊഡക്ട്സിനൊന്നും അതുപോലെ റിപ്ലേസ്മെൻറ്റ് ഉണ്ടാവില്ല അല്ലെങ്കിൽ റിട്ടേൺ ഉണ്ടാവില്ല. സോ അത് നിങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക. ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതുപോലെ ഫസ്റ്റ് പ്രൊഡക്റ്റ് കിട്ടിയതിന് ശേഷം അൺബോക്സ് ചെയ്യുമല്ലോ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്യാമറയിൽ റെക്കോർഡ് ചെയ്യുക. അത് നിങ്ങളുടെ ഫോണിൻ്റെ ക്യാമറ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ട് വീഡിയോ റെക്കോർഡിംഗ് ഓൺ ആക്കിയിട്ട് അതിൻ്റെ താഴേന്ന് അൺബോക്സ് ചെയ്താലും മതി. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓപ്പൺ ആക്കുമ്പോഴത്തേക്കും ഡാമേജ് ഉള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോ പ്രൂഫായിട്ട് കൊടുക്കാം. അതിനിപ്പം റിട്ടേൺ അടിക്കുന്ന സമയത്ത് ഈ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഓൺലൈൻ ഷോപ്പിംഗുകാർ ചോദിക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് വന്ന ഡാമേജ് ആണോ എന്ന്. അപ്പോൾ നമുക്ക് പ്രൂഫായിട്ട് വീഡിയോ സെൻഡ് ചെയ്യാം. ഇനി അവർ നമ്മളായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്കിത് കൺസ്യൂമർ കോർട്ടിൽ കംപ്ലയിൻറ്റ് കൊടുക്കുന്ന സമയത്തും പ്രൂഫായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അൺബോക്സ് ചെയ്യുന്ന സമയത്ത് എന്തായാലും വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ഫൈനലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സെല്ലർ ഏതാണെന്ന് നോക്കുക. സോ പല സെല്ലേഴ്സിൻ്റെ അടുത്തു നിന്നാണ് നമുക്ക് പ്രൊഡക്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോൾ ഇഷ്ടപ്പെട്ട സെല്ലറെ സെലക്ട് ചെയ്യാം. അങ്ങനെ സെല്ലറെ സെലക്ട് ചെയ്യുമ്പോൾ നോക്കേണ്ടത് നല്ല കസ്റ്റമർ ഫീഡ്ബാക്കും അതുപോലെ കൂടുതൽ റേറ്റിംഗ് ഉള്ള സെല്ലേഴ്സ് മാത്രം സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും നല്ല പ്രൊഡക്റ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇനി ചില ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിലൊക്കെ നമുക്ക് സെല്ലറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. അങ്ങനെ കോൺടാക്ട് ചെയ്തിട്ട് അവരോട് ചോദിക്കുക ജെന്യുവൻ പ്രൊഡക്റ്റ് ആണോ, അതുപോലെ മാനുഫാക്ചറിങ് ഡേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ച് ഉറപ്പിച്ചതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം. ഇനി ഈ സെല്ലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് പ്രൊഡക്റ്റ് അയച്ചു തരുന്ന അല്ലെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് തരുന്ന ആൾക്കാരെയാണ് സെല്ലർ എന്ന് പറയുക. അപ്പോൾ ഫ്ലിപ്കാർട്ട് നമുക്ക് ഒരാളടുത്ത് നിന്ന് വാങ്ങിയതിന് ശേഷം നമുക്ക് മറിച്ച് വിൽക്കുകയല്ല ചെയ്യുക. അവർ ഇന്ത്യയിലുള്ള പല സെല്ലേഴ്സിനെ ഒരുമിച്ച് കൂട്ടിയിട്ട് നമുക്ക് ഫ്ലിപ്കാർട്ട് വഴി ഓർഡർ ചെയ്തിട്ട് ആ സെല്ലർ അടുത്തേക്കാണ് ഓർഡർ പോവുക. എന്നിട്ട് അവരാണ് നമുക്ക് സെൻഡ് ചെയ്ത് തരിക. അപ്പോൾ എന്തെങ്കിലും ഡാമേജോ അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് വന്നു കഴിഞ്ഞാൽ അത് ഫ്ലിപ്കാർട്ടിൻ്റെ പ്രശ്നമല്ല, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നൊരു കാര്യമല്ല, അത് സെല്ലർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ സെല്ലർ അടുത്ത് നിന്ന് വരുന്ന എന്തെങ്കിലും ചെറിയ ഫാൾട്ടുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും നല്ല സെല്ലറെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇനി മുതൽ നിങ്ങൾ അടുത്ത പ്രാവശ്യം എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ട് മാത്രം വാങ്ങിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാം. അതുപോലെ ടെക്കും ലൈഫ് സ്റ്റൈലും റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. ക്യാച്ച് ഗൈസ് ലേറ്റർ.